ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിൻ്റെ അപ്കമിങ് സ്റ്റോറി റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സുഭാഷിനോട് പെണ്ണ് കാണാൻ പോകുന്ന കാര്യം പറയുകയാണ് നിധിയും സുധീഷും ഹരീഷും നികേഷും എല്ലാവരും കൂടി ചേർന്ന്. സുഭാഷ് ഇങ്ങനെ മടിച്ചു നിൽക്കുമ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരുമായി സംസാരിച്ചു എന്നും ഈ വീടിനെ കുറിച്ച് എല്ലാം പറഞ്ഞു എന്നും നിധി സുഭാഷിനോട് പറയുകയാണ്. അച്ഛനും പെണ്ണിൻ്റെ അച്ഛനുമായി സംസാരിച്ചു, നമുക്ക് പോയി ആ പെൺകുട്ടിയെ കാണാമെന്ന് നിധി പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തിരിക്കുകയാണ് ഭാസ്കരൻ. നിധി പറയുന്നുണ്ട്, സുഭാഷേട്ടന് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ട എന്ന് വയ്ക്കാം, ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് ഈ ആലോചനയുമായി മുന്നോട്ട് പോകാം എന്ന് പറയണം. സുധീഷ് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ സ്ത്രീകൾ ആരുമില്ല എന്ന് പറഞ്ഞല്ലേ സുഭാഷേട്ടന് പെണ്ണ് കിട്ടാതിരുന്നത്, ഇപ്പോൾ ദാ നിധിയുണ്ട്, നമുക്ക് പോയി പെണ്ണ് കാണാം സുഭാഷേട്ട എന്ന് പറയണം. അപ്പോൾ നിധി പറയാണ്, സുഭാഷേട്ട പ്ലീസ് നമുക്ക് പോയി ഒന്ന് കണ്ടിട്ട് വരാം, ഒന്ന് ആലോചിച്ചിട്ട്. സുഭാഷ് പറയുന്നുണ്ട്, ശരി മോളെ, മോൾ ഇത്രയൊക്കെ പറയുന്നതല്ലേ, ഞാൻ വരാം. ഇത് കേട്ട് സമാധാനത്തോടു കൂടിയിട്ട് ഇരിക്കുകയാണ് ഭാസ്കരൻ. എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് നിൽക്കുന്ന സമയത്ത് സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. നിധി പറയുന്നുണ്ട്, എല്ലാവരും അരമണിക്കൂർ കൊണ്ട് റെഡിയായി വരണം. ശരി, എല്ലാവരും പോയി, എല്ലാവരും പെട്ടെന്ന് റെഡിയായി വരൂ എന്ന് പറയണം. അങ്ങനെ സുധീഷും നിധിയും കൂടെ റൂമിലേക്ക് പോകാനായി തുടങ്ങാണ് നിധിയുടെ കൂടെ. അപ്പോൾ നിധി ചോദിക്കണം എന്താ. അപ്പോൾ സുധീഷ് പറയണം, ഓ സോറി, ഇത് നിധിയുടെ റൂമാണല്ലോ. നിധി റൂമിൻ്റെ അകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ്. പുഞ്ചിരിച്ച് സുധീഷിനെ കൂട്ടി അകത്തേക്ക് പോവുകയാണ് ഹരീഷും നികേഷും. തുടർന്ന് സുധീഷും ഹരീഷും നികേഷും പെണ്ണ് കാണാനായി പോകാനായി റെഡിയായിട്ട് ഹാളിലേക്ക് വരുന്നുണ്ട്. ഭാസ്കരനും അവിടേക്ക് വരികയാണ്. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഭാസ്കരൻ ഒരുങ്ങുമ്പോൾ അവിടേക്ക് വന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്, അച്ഛാ റെഡിയായോ എന്ന് ചോദിക്കണം. ഭാസ്കരൻ പറയുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. നികേഷും സുധീഷും എല്ലാം സുഭാഷിൻ്റെ ഡ്രസ്സ് കൊള്ളാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം സാരിയൊക്കെ എടുത്ത് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് നിധി. എല്ലാവരും പുഞ്ചിരിച്ച് കണ്ണെടുക്കാതെ നിധിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. പുഞ്ചിരിച്ച് നിധിയെ ഒന്ന് നോക്കിയിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, വാ മോളെ, സമയമാകുന്നു എന്ന് പറയണം. സുധീഷ് പറയാണ്, നിധിയെ സാരി എടുത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നിധി ചോദിക്കുകയാണ്, അതിനെന്താ. നികേഷ് പറയുന്നുണ്ട്, ഏട്ടത്തിയെ സാരിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ താങ്ക് യു നികേഷ് എന്ന് പുഞ്ചിരിയോട് കൂടിയിട്ട് നിധി പറയാണ്. ഹരീഷ് പറയുന്നുണ്ട്, എപ്പോഴും പെണ്ണ് കാണാനായിട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ 5 പേർ മാത്രമാണ് പോകുന്നത്. ഇപ്പോൾ ഏട്ടത്തി ഞങ്ങളുടെ കൂടെ വരുമ്പോൾ വലിയ സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ സുധീഷ് പറയാണ്, അതെ, എവിടെ പെണ്ണ് കാണാൻ ചെന്നാലും വീട്ടിൽ സ്ത്രീകൾ ആരുമില്ല എന്ന് ചോദിക്കും. ഇനി ആരും അങ്ങനെ ചോദിക്കില്ലല്ലോ. നികേഷ് പറയുന്നുണ്ട്, സുഭാഷേട്ട പിന്നെ ഒരു കാര്യം, അന്ന് കവിതയുടെ വീട്ടിൽ ചെയ്തതുപോലെ ഒന്നും ചെയ്യല്ലേ. നിധി ചോദിക്കുന്നുണ്ട്, എന്താ നികേഷ്. അപ്പോൾ നികേഷ് പറയാണ്, കവിതയെ ഒരു പെണ്ണിനെ കാണാനായിട്ട് പോയിരുന്നു, പേര് കവിത എന്നാണ്. അവിടെ ചെന്ന സമയത്ത് സുഭാഷേട്ടൻ വട ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയാട്ടോ. അപ്പോൾ പുഞ്ചിരിച്ച് നിധി പറയുന്നുണ്ട്, സുഭാഷേട്ടൻ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ചെയ്യില്ല. സുധീഷ് പറയാണ്, സുഭാഷേട്ടൻ നല്ല ഗമയിലിരുന്നോണം, പെണ്ണ് വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിയാൽ മതി, അവിടെ ചെന്ന് പാചകത്തെക്കുറിച്ചൊന്നും സംസാരിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഹരീഷ് പറയാണ്, സുഭാഷേട്ടൻ കുഴപ്പമൊന്നുമില്ല, പുറത്തൊരാൾ ഇരിപ്പുണ്ടല്ലോ, അങ്ങേരെ അടക്കി നിർത്താനാണ് പാട് എന്ന് പറയണം, അതായത് ഭാസ്കരനെ കുറിച്ചിട്ട്. അപ്പോൾ അവിടേക്ക് വന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എന്താടാ എന്നെ പറ്റിയാണോ പറയുന്നേ. അപ്പോൾ സുധീഷ് പറയാണ്, ഇവിടെ പറഞ്ഞത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്, മര്യാദക്കൊക്കെ സംസാരിക്കണം എന്ന് പറയാണ്. നിധി പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛൻ അതൊക്കെ കണ്ട് പെരുമാറിക്കോളും, അച്ഛൻ അവരോട് നല്ല വിനയത്തോടു കൂടി വേണം സംസാരിക്കാൻ. അപ്പോൾ ഭാസ്കരൻ പറയാണ്, നീ വീണ്ടും എനിക്ക് ക്ലാസ് എടുക്കാതെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് കണ്ടോ, വാ നമുക്ക് പോകാം എന്ന് പറയണം. അങ്ങനെ തുടർന്ന് അവരെല്ലാവരും കൂടിയിട്ട് പെണ്ണ് കാണാനായിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. പെണ്ണിൻ്റെ അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടിയിട്ട് അവരെ സ്വീകരിക്കുകയാണ്. ഭാസ്കരൻ്റെ അരികിൽ ഇങ്ങനെ നിൽക്കുന്ന നിധി പറയുന്നുണ്ട്, അച്ഛാ സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമസ്കാരം എന്ന് പറഞ്ഞ് ഭാസ്കരൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, ഇരുന്നു കൊണ്ട് സംസാരിച്ചാൽ മതി, നമ്മുടെ വീടിനെ പറ്റിയും സുഭാഷേട്ടനെ പറ്റിയും ഒക്കെ പറയും, അപ്പം അവരുടെ വീടിനെ പറ്റിയും ചോദിക്കണം. ഭാസ്കരൻ പറയാണ്, എനിക്ക് 4 മക്കളാണ്, സുഭാഷ്, സുധീഷ്, ഹരീഷ്, നികേഷ്. ഇത് സുധീഷിൻ്റെ ഭാര്യ നിധി. പെണ്ണിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, മൂത്ത മകൻ്റെ കല്യാണം കഴിയുന്നതിന് മുൻപേ രണ്ടാമത്തെ മകൻ്റെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് എല്ലാവരും വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ തല കുനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഞങ്ങളുടേത് ലവ് മാരേജ് ആണ്, എൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് സുഭാഷേട്ടൻ്റെ കല്യാണത്തിന് മുൻപേ ഞങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത് എന്ന് പറയണം. ഇത് കേട്ട് പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ് സുധീഷ്. തുടർന്ന് ചായയുമായി അവിടേക്ക് വരികയാണ് പെൺകുട്ടി എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട്. സുഭാഷും ആ പെൺകുട്ടിയും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ ചേച്ചി പറയാണ്, പഠിത്തത്തിലും ജോലിക്കാര്യത്തിലും എല്ലാം ഞങ്ങൾ അവളുടെ ഇഷ്ടമാണ് നോക്കിയത്,
കല്യാണക്കാര്യത്തിലും അവളുടെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഈ കല്യാണം നടത്താം എന്ന് പറയണം. ആദ്യം ചെറുക്കനും പെണ്ണും കൂടി സംസാരിക്കട്ടെ. തുടർന്ന് സുഭാഷും പെൺകുട്ടിയും കൂടി സംസാരിക്കുകയാണ്. ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണം, എനിക്ക് വീടാണ് ഒരുപാട് ഇഷ്ടം, വീടും എൻ്റെ അനിയന്മാരും എന്ന് പറയണം. ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ മാത്രമാണ് അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്, എന്നോടൊന്നും ചോദിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇവർ സന്തോഷത്തോട് കൂടിയിട്ട് സംസാരിക്കുന്ന സമയത്ത് വീട്ടുകാരുമായിട്ട് സംസാരിക്കുകയാണ്. ഭാസ്കരനും നിധിയും, സുധീഷും ഹരീഷും നികേഷും. ഭാസ്കരനും നിധിയും ടെൻഷനോട് കൂടി മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. തുടർന്ന് സുഭാഷും ആ പെൺകുട്ടിയും അവിടേക്ക് വരുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് പഴയതുപോലെ ഇതാണ് പയ്യൻ എന്ന് പറഞ്ഞ് കല്യാണം നടത്താൻ പറ്റില്ലല്ലോ, അവർ ഫോണിലൂടെയും സംസാരിക്കട്ടെ, അവർ കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം ഒരു തീരുമാനം പറയട്ടെ എന്ന് പറയാണ്. സുഭാഷും ആ പെൺകുട്ടിയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. സുധീഷ് പറയാണ്, രണ്ടുപേരും സംസാരിക്കട്ടെ എന്ന്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പർ കൊടുത്തില്ല. പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നു, ശരിയാണ്, ഞാൻ അതങ്ങോട്ട് മറന്നു എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയുടെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സുധീഷ് ഫോണിൽ സേവ് ചെയ്യാന് ശേഷം സുഭാഷിൻ്റെ നമ്പർ സുധീഷ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ചേച്ചിയും ഫോണിൽ സേവ് ചെയ്യുന്നുണ്ട്. തുടർന്ന് സന്തോഷത്തോട് കൂടിയിട്ട് അവർ വീട്ടിൽ നിന്നും മടങ്ങുകയാണ്. തുടർന്ന് രാത്രി നിധിയുടെ ഫോണിലേക്ക് വിളിച്ച സാന്ദ്ര വിശേഷങ്ങൾ ചോദിക്കുന്ന സമയത്ത് വീട്ടിനെക്കുറിച്ച് ചോദിക്കുകയാണ്. നിധി പറയുന്നുണ്ട്, ഈ വീട്ടിലുള്ള എല്ലാവരും നല്ല ആൾക്കാരാണ്, എന്നോട് സ്നേഹത്തോട് കൂടിയിട്ടാണ് പെരുമാറുന്നത്. ഞാൻ ഈ വീട്ടിൽ നിന്നും പോകുമ്പോൾ ഈ വീട്ടിലേക്ക് മറ്റൊരു പെണ്ണ് വരണം, അങ്ങനെ വന്നാൽ മാത്രമേ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാന്ദ്ര ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് നിധി? നിധി പറയുന്നുണ്ട്, ഈ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല, എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് സാന്ദ്ര പറയുമ്പോൾ നിധി പറയാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഏട്ടത്തി, സമാധാനമായിട്ടിരിക്കൂ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് നിധി സുഭാഷിനോട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ, എനിക്ക് ആ പെണ്ണിനെയും പെണ്ണിൻ്റെ വീട്ടുകാരെയും ഇഷ്ടപ്പെട്ടു, നല്ല ആൾക്കാരാണ്. അപ്പോൾ സുധീഷ് പറയാണ്, നിധി പറഞ്ഞത് തന്നെയാണ് എൻ്റെ അഭിപ്രായം, ഈ വീടിനെ പറ്റി കൂടുതലായി ഒന്നും അവർ ചോദിച്ചില്ല, ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ടാൽ മതിയെന്നാണ് അവർ പറഞ്ഞത്. നിധി പറയുന്നുണ്ട്, എല്ലാം നല്ല രീതിയിൽ പോയാൽ കല്യാണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയണം. സുഭാഷ് ഒന്നും മിണ്ടാതിരിക്കുന്ന സമയത്ത് നിധി ചോദിക്കുകയാണ്, എന്താ സുഭാഷ് ഏട്ടാ ഒന്നും പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മതി എന്ന് പറയണം. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അത് പോരാ, സുഭാഷ് ഏട്ടനും ഇഷ്ടപ്പെടണം, ആ പെൺകുട്ടിയോട് സുഭാഷ് ഏട്ടൻ സംസാരിച്ചതല്ലേ, സുഭാഷ് ഏട്ടന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ആ പെൺകുട്ടി നന്നായിട്ടാണ് സംസാരിച്ചത്. നിധി ചോദിക്കുന്നുണ്ട്, ഫോൺ നമ്പറൊക്കെ വാങ്ങിയില്ലായിരുന്നോ, സുഭാഷ് ഏട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയാണ്, ഞാനല്ലേ നമ്പർ സേവ് ചെയ്തത്, ഇതുവരെ സുഭാഷ് ഏട്ടൻ്റെ കയ്യിലേ ഞാൻ നമ്പർ കൊടുത്തിട്ട്, സുഭാഷ് ഏട്ടൻ്റെ കയ്യിൽ ഞാൻ നമ്പർ ഫോൺ കൊടുത്തിട്ടില്ല. നിധി ദേഷ്യത്തോട് കൂടിയിട്ട് സുധീഷിനെ നോക്കുന്ന സമയത്ത് സുധീഷ് പറയാണ്, മറന്നുപോയി എന്ന് പറയണം. അതായത് സുഭാഷിൻ്റെ ഫോണിലേക്ക് സേവ് ചെയ്തിട്ടില്ല ആ നമ്പർ. നികേഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ അറിയാത്ത നമ്പറിൽ നിന്നും വല്ല കോള് വന്നാൽ എടുക്കാതിരിക്കില്ലേ എന്ന് പറയാണ്. ഇതുവരെ എൻ്റെ ഫോണിലേക്ക് ഒരു കോളും വന്നില്ല എന്ന് പറയുന്നുണ്ട്. ആദ്യം സുഭാഷ് ഏട്ടൻ്റെ ഫോണിൽ ആ പെണ്ണിൻ്റെ നമ്പർ സേവ് ചെയ്യണമെന്ന് സുധീഷ് പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഉടനെ സേവ് ചെയ്യാം. ഈ സമയം സുഭാഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ പെൺകുട്ടി. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഫോൺ എടുത്ത് നോക്കി നികേഷ് പറയുന്നു, അറിയാത്ത നമ്പറാണല്ലോ. നിധി പറയുന്നുണ്ട്, ആ പെണ്ണിൻ്റെ നമ്പർ കയ്യിലില്ല, ആ നമ്പറാണോ എന്നൊന്ന് നോക്കി എന്ന് പറയാണ്. ഫോൺ എടുത്ത് നോക്കിയിട്ട് സുധീഷ് പറയുന്നുണ്ട്, അതെ, ആ നമ്പർ തന്നെയാണ് വിളിക്കുന്നത് എന്ന് പറയാണ്. എടുക്ക്, സംസാരിക്കുക എന്ന് സുധീഷ് പറയുന്ന സമയത്ത്, അയ്യോ ഞാൻ എങ്ങനെ സംസാരിക്കാനാണ് എന്ന് ചോദിക്കുകയാണ് സുഭാഷ്. നിധി പറയാണ്, ആ ശരിയാണല്ലോ സുഭാഷ് ഏട്ടാ, ഫോൺ എടുത്ത് സംസാരിക്കുകയും ഒന്ന് സംസാരിച്ച് നോക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. കോൾ അറ്റൻഡ് ചെയ്ത് സുഭാഷ് ഹലോ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി ഹലോ എന്ന് പറയുന്നുണ്ട്. സുഭാഷ് ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ സുധീഷ് പറയാണ്, സുഭാഷ് ഏട്ടാ സംസാരിക്കുക എന്ന് പറയണം. ആ പെൺകുട്ടി ചോദിക്കുകയാണ്, ഹലോ ലൈനിലുണ്ടോ, എന്നെ മനസ്സിലായോ എന്ന് പറയുമ്പോൾ, ആ മനസ്സിലായി, ഞാൻ സുഭാഷാണ് സംസാരിക്കുന്നത് എന്ന് പറയണം. ഇത് കേട്ട് എല്ലാവരും തലയിൽ കൈവച്ചിരിക്കുമ്പോൾ പെൺകുട്ടി പറയാണ്, ഞാൻ സുഭാഷിൻ്റെ ഫോണിലേക്ക് വിളിച്ചത് സംസാരിക്കാനാണ്, സുഭാഷാണ് സംസാരിക്കുന്നത്, എനിക്കറിയില്ലേ. അപ്പോൾ സുഭാഷിനൊരു ജാള്യത തോന്നുകയാണ് കേട്ടോ, അങ്ങനെ ഒരു ചമ്മൽ തോന്നുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ എന്ന് പറയണം. അപ്പോൾ ആ പെൺകുട്ടിയോടും സുഭാഷ് ചോദിക്കുന്നുണ്ട്, കഴിച്ചോ എന്ന്. അപ്പോൾ ഞാനും കഴിച്ചു എന്ന് പറയണം. സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ പുറത്ത് പോയി സംസാരിക്കും. അങ്ങനെ സുഭാഷ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഭാസ്കരൻ സുഭാഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ചോദിക്കുകയാണ്, പെണ്ണ് കണ്ടുപോയിട്ട് സുഭാഷിൻ്റെ വീട്ടുകാരെന്താണ് പറഞ്ഞത്? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എല്ലാവരും ഇപ്പോഴും അതിനെപ്പറ്റി പറയുകയായിരുന്നു, ഇയാളുടെ വീട്ടുകാരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പുഞ്ചിരിച്ച് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടനെ എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം.
ഇഷ്ടപ്പെട്ടു എന്ന് സുഭാഷ് പറയുമ്പോൾ ആ പെൺകുട്ടി ചോദിക്കുകയാണ് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കണം. സുഭാഷ് പറയുന്നുണ്ട് അതെ. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് സുഭാഷേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സുഭാഷേട്ടൻ്റെ മാത്രമല്ല വീട്ടുകാരുടെ പ്രധാനമായും സുഭാഷിൻ്റെ അനുജൻ്റെ ഭാര്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് നിധി നല്ല പെൺകുട്ടിയാണ്, വലിയ വീട്ടിലെയാണ്, ഇവിടെ അത്രയ്ക്കൊന്നും സൗകര്യങ്ങളൊന്നുമില്ല, നിധി ഒരു ബുദ്ധിമുട്ടും പറയാതെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് പറയണം. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് ശരി. സുഭാഷേട്ടൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് സുഭാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ആ പെൺകുട്ടി ചോദിക്കുകയാണ് എന്താ ഒന്നും സംസാരിക്കാത്തത്, കേൾക്കുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് എന്താ സംസാരിക്കുക, ആ കുട്ടി എന്തെങ്കിലും ചോദിച്ചാൽ പറയാമെന്ന് പറയണം. ഇത് കേട്ട് തലയിൽ കൈവച്ചിരിക്കുകയാണ് ഭാസ്കരൻ. കാരണം ഇവനൊന്നും സംസാരിക്കുന്നില്ലല്ലോ. ആ പെൺകുട്ടി ജോലിയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ആ പെൺകുട്ടി പറയുകയാണ് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുകയാണ് ഭക്ഷണം കഴിച്ചോ എന്ന്. അപ്പോൾ പറയുന്നുണ്ട് ഇത് നേരത്തെ ചോദിച്ചതല്ലേ, ഞാൻ നേരത്തെ കഴിച്ചു, എനിക്ക് സ്വീറ്റ്സ് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയണം ഇവിടെ പെണ്ണ് കണ്ട് മടങ്ങി വരുന്ന വഴി രാത്രിയിലേക്കുള്ള ഭക്ഷണം വാങ്ങിക്കൊണ്ട് വന്നു. സാധാരണ ഞാനാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. വാതിലിൻ്റെ അരികിലേക്ക് വന്ന സുധീഷും ഹരീഷും നികേഷും നിധിയും ഒക്കെ ഇത് സുഭാഷിനെ നോക്കുന്നുണ്ട് കേട്ടോ. നിധി പറയാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് ശരിയല്ല, നിങ്ങൾ അകത്ത് പോയിരിക്കൂ, ഇത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് ഭാസ്കരൻ അകത്തേക്ക് കയറി വന്ന് നിധിയോടും സുഭാഷിൻ്റെ അനിയന്മാരോടും പറയാണ് ഇത് ശരിയാകത്തില്ലടാ, അവനോട് ആരാ പറഞ്ഞത് ഈ പെണ്ണിനോട് ഫോണിൽ സംസാരിക്കാൻ, ഇതിലും ഭേദം സംസാരിക്കാതിരുന്നാൽ മതിയായിരുന്നു, സംസാരിച്ചില്ലെങ്കിൽ പോലും പെണ്ണിനെ കിട്ടിയേനെ, ഇപ്പോൾ സംസാരിച്ചത് കാരണം പെണ്ണ് കിട്ടാതെ പോകുമെന്നാണ് തോന്നുന്നത് എന്ന് പറയാണ്. എന്താ അങ്ങനെ പറയുന്ന അച്ഛ എന്ന് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് അവിടെ ചെന്ന് കേൾക്ക് അവൻ എന്താണ് സംസാരിക്കുന്നതെന്ന് എന്ന് പറയാണ്. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ ഭാസ്കരൻ അകത്തേക്ക് പോവുകയാണ്. ഹരീഷ് പറയുന്നുണ്ട് നികേഷ് സുഭാഷേട്ടൻ എന്താണ് സംസാരിക്കുന്നതെന്ന് എന്നൊന്ന് കേട്ടെ എന്ന് പറയണം. നികേഷ് വാതിലിൻ്റെ അരികിലേക്ക് വന്ന് സംസാരം ശ്രദ്ധിക്കുകയാണ്. സുഭാഷ് ഫോണിലൂടെ പറയുന്നുണ്ട് എനിക്ക് പാചകം ഒരുപാട് ഇഷ്ടമാണ്, രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപേ രാവിലത്തേക്കുള്ള ഭക്ഷണം ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം എല്ലാം ഞാൻ ഉണ്ടാക്കി വെക്കും, വീട്ടിലെ ജോലിയെല്ലാം ഞാനാണ് ചെയ്യുന്നത്, അനിയന്മാരെ കൊണ്ടൊന്നും ഞാൻ ഒന്നും ചെയ്യിക്കാറില്ല എന്ന് പറയുന്നുണ്ട്. നികേഷ് വിഷമത്തോട് കൂടിയിട്ട് എല്ലാവരുടെയും അരികിലേക്ക് വരികയാണ്. സുഭാഷേട്ടൻ എന്താണ് സംസാരിക്കുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നുണ്ട് ഇത് ശരിയാവത്തില്ല, പാചകത്തെക്കുറിച്ചും കറി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് അവിടെ സംസാരിക്കുന്നത്. തലയിൽ കൈ വെച്ച് സുധീഷ് പറയുന്നുണ്ട് കഴിഞ്ഞടാ, ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ സുഭാഷേട്ടൻ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഹരീഷ് പറയുകയാണ് ഈ സുഭാഷേട്ടന് വേറെ ഒന്നും സംസാരിക്കാൻ അറിയില്ലേ, പാചകത്തെക്കുറിച്ച് ചോദിച്ചാൽ നിർത്താതെ സംസാരിക്കും, ഇല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കും. നിധി പറയുന്നുണ്ട് സുഭാഷേട്ടന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കട്ടെ, ആ പെൺകുട്ടി സുഭാഷേട്ടനെ ഇഷ്ടപ്പെട്ട് വേണം കല്യാണം കഴിക്കാൻ, എന്തായാലും കല്യാണം കഴിയുമ്പോൾ സുഭാഷേട്ടൻ എങ്ങനെയുള്ള ആളാണെന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കുമല്ലോ. സുധീഷിനെ നോക്കിക്കൊണ്ട് നിധി പറയുന്നുണ്ട് ചുമ്മാ ഇംപ്രസ് ചെയ്യാനായിട്ട് തള്ളുമ്പോൾ പിന്നീട് സത്യം അറിയുമ്പോൾ ആ പെൺകുട്ടി വിഷമിക്കും, അതിലും നല്ലതല്ലേ ഉള്ള സത്യം പറയുന്നത്. ഇത് കേട്ട് സുധീഷ് കണ്ണ് തള്ളി നിൽക്കുകയാണ്. ശരി വാ എന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ എല്ലാവരെയും വിളിച്ചോട്ട്. അപ്പോൾ നികേഷ് പറയുകയാണ് ഏട്ടത്തി സുധീഷേട്ടനെ പറ്റിയാണ് പറഞ്ഞത്, വാടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് സുധീഷ് അവരെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവാണ്. തുടർന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് സുഭാഷിനോട് വീട്ടിൽ എപ്പോഴും സുഭാഷാണോ പാചകം ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞതെന്ന് പറയണം. എന്താ സുഭാഷേട്ടൻ്റെ അനുജൻ്റെ ഭാര്യ പാചകം ചെയ്യില്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് നിധി ഇവിടെ വന്നിട്ട് 2-3 മാസമേ ആകുന്നുള്ളൂ, നിധിക്ക് നന്നായി പാചകം ചെയ്യാനൊന്നും അറിയത്തില്ല, എനിക്ക് പാചകം ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞാലും ഞാൻ തന്നെ പാചകം ചെയ്തോളാം, കുട്ടിക്ക് പാചകം അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് അത്യാവശ്യം പാചകമൊക്കെ അറിയാം. സുഭാഷ് പറയണേ ഞാൻ അങ്ങനെയല്ല, ഒരു കല്യാണത്തിന് വേണമെങ്കിൽ ഞാൻ പാചകം ചെയ്യും, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ പാചകം ഇഷ്ടമാണ്. അങ്ങനെ സുഭാഷ് പാചകത്തെക്കുറിച്ച് നിർത്താതെ സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടി ആ സംസാരം ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കല്യാണം നടക്കുമോ നടക്കില്ലേ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ കാണാം കേട്ടോ. അതുമാത്രമല്ല സുഭാഷ് ആണെങ്കിൽ ഇങ്ങനെ പാചകത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കില്ല. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഇത്തിരി അരോചകമായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ അതിനെപ്പറ്റി പിന്നെ സുഭാഷിൻ്റെ അനുജൻ്റെ ഭാര്യ ജോലി ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചില്ലേ, അപ്പോൾ എല്ലാ ജോലിയും സുഭാഷാണ് ചെയ്യുന്നത്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് ഇത്തിരി ഇഷ്ടക്കേട് തോന്നുന്ന പോലെ ഉണ്ട്. അവളത് ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ കല്യാണം നടക്കുമോ ഇത് നടക്കാതിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു സ്റ്റോറിയായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം കേട്ടോ.